ഹലോ, ഇന്ന് ഞാനൊരു മെക്സിക്കൻ ഡിപ്പായ ഗോക്കമോളിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു അവക്കാഡോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 2 അവക്കാഡോ, ഒരു ടൊമാറ്റോ, പിന്നെ ഹാലപ്പീനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്സിക്കൻ ചില്ലിയാണിത്. ശരിക്കും ക്യാപ്സിക്കം വെറൈറ്റിയിലുള്ള ഒരു ചില്ലിയാണ്, പക്ഷേ ക്യാപ്സിക്കത്തിനേക്കാളും കുറച്ചും കൂടി എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ 1-2 പച്ചമുളകും പിന്നെ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പോർഷൻ കൂടി ചേർക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതിനൊരു നല്ലൊരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു ഇച്ചിരി വലിയ വെളുത്തുള്ളി ഒരെണ്ണം, ഒരു ചെറിയ ഉള്ളി, നമ്മൾ ഏറ്റവും ചെറിയ സൈസ് നോക്കി ഒരു ഉള്ളി എടുത്താൽ മതി. 2 അവക്കാഡോയ്ക്ക് ഒരു ഉള്ളി, ഒരു ടൊമാറ്റോ, പിന്നെ കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പെപ്പർ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗോക്കമോളയെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ മോൻ പറഞ്ഞിട്ടാണ്. അവൻ പ്രീ സ്കൂളിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഞങ്ങൾ വിളിക്കാൻ പോകാൻ താമസിച്ചു പോയി. അപ്പോൾ ടീച്ചർ അവർ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് ഈ സാധനം കുറച്ച് അവന് ഓഫർ ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ അവൻ കുറച്ച് പിക്കി ഈറ്ററാണ്, എല്ലാം ഒന്നും കഴിക്കില്ല. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചർ അന്ന് എനിക്കൊരു മോളി തന്നു, അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോന്ന് മോളി? അപ്പോൾ ബാക്കി അവന് അറിഞ്ഞൂടാ, അവൻ മറന്നുപോയി. എന്തോ ഒരു മോളിയാണെന്ന് മാത്രം അറിയാം. അപ്പോൾ ഞാനത് ഫിഷ് മോളിയാണോ അതാണോ ഇതാണോ, അപ്പോൾ അവനൊന്നും അവൻ പറഞ്ഞാൽ അതൊന്നും അല്ല, ഗ്രീൻ കളറിലിരിക്കും, ഫിഷല്ല, ഗ്രീനാണത്. അങ്ങനെ ഞാൻ ഗ്രീൻ കളർ മോളിക്ക് വേണ്ടി കുറേ ഗൂഗിൾ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഇത് ഗോക്കമോളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ അതുവരെ കഴിച്ചിട്ടുമില്ല, ഈ സാധനത്തിനെ പറ്റി കേട്ടിട്ടുമില്ല. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത്, ഓക്കെ അത് ചിലപ്പോൾ ഗോക്കമോളി ആയിരിക്കും. പിന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അവനെ കാണിച്ചു കൊടുത്തു, ഇതാണോ ടീച്ചർ തന്നത്? ഇത് തന്നെ. അങ്ങനെയാണ് ഞാൻ ഈ സാധനം പഠിച്ചത്. അപ്പോൾ ഞാൻ ഈ ടൊമാറ്റോയുടെ സീഡ്സ് എല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീഡ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വെള്ളം പോലെ ആയിപ്പോവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഇച്ചിരി കട്ടിയുള്ളൊരു സ്പ്രെഡ് പോലെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സീഡ് കൂടി ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ടൊമാറ്റോയും ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കുക്കിങ്ങേ ഇല്ല. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അവക്കാഡോയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവക്കാഡോ നമ്മൾ മുറിക്കാനാണെങ്കിലും അതിൻ്റെ സൈഡ് വൈസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. അവക്കാഡോ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് നമുക്കതങ്ങ് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ തവി കൊണ്ടോ ഒരു പൊട്ടാറ്റോ മാഷറോ കൊണ്ടോ നന്നായിട്ടൊന്ന് ഇത് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെയ്യാൻ എനിക്ക് ഒരു ലിറ്റിൽ ഹെൽപ്പറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ ഈ ഡിഷ് പഠിക്കാനുള്ള റീസൺ. പ്രീ സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറിയിലെ ഹീറോ. പിന്നെ ശേഷം ഇതിനകത്തേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്തതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ അവക്കാഡോ സെലക്ട് ചെയ്യുമ്പോഴും അവക്കാഡോയുടെ സ്കിന്ന് കുറച്ച് ഡാർക്കായിട്ടുള്ളതാണ് നന്നായിട്ട് റൈപ്പായിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ വാങ്ങിക്കാൻ. ഇനി നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലേവറും നന്നായിട്ടൊന്ന് മിക്സ് ആവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്നൊക്കെ ആ വെള്ളം വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നമുക്കിഷ്ടമാണെങ്കിൽ പിക്കിൾഡ് ആയിട്ടുള്ള ചില്ലീസ് അതിൽ നിന്ന് 1-2 എണ്ണം കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിൽ. ഇപ്രാവശ്യം ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ ഞാൻ ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ അതുകൂടി ചേർക്കാറുണ്ട്, ഒരു എക്സ്ട്രാ അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ശരിക്കും ഞാനിത് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കാറ്, പക്ഷേ ഇത് മൾട്ടിഗ്രെയിൻ ടോർട്ടിയ ചിപ്സിൻ്റെ കൂടെയോ ഒക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നാനിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്കൊരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇടനേരത്തൊരു സ്നാക്കായിട്ടോ ഒക്കെ നല്ലതാണ്. ഗോക്കമോളി മാത്രമായിട്ടും എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്.
അപ്പോൾ ഇത് ശരിക്കും അപ്പം ഉണ്ടാക്കി അപ്പം കഴിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കത് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം സൂക്ഷിക്കാൻ. അതല്ലെങ്കിൽ അവക്കാഡോയ്ക്കൊരു ഡിസ്കളറേഷൻ വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.